അതിനകത്തൊരു ചെറിയ ലവ് ട്രാക്കും കൂടെ വരുന്നത് പോലൊരു ഫീലുണ്ട്. ആര്യനും അനുമോളും തമ്മിൽ എങ്ങനെ ആയിരിക്കും? ആയിരിക്കാം അല്ലേ? കാരണം ചില ആൾക്കാർക്ക് ലവ് ട്രാക്ക് ഇല്ലാത്തതും ഇഷ്ടപ്പെടാത്തവരുണ്ട്, എന്നാൽ ചിലർക്ക് ലവ് ട്രാക്കിനോട് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം അനുമോളും ആര്യനും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ ചിരിയും കളിയൊക്കെയുണ്ട്. ആര്യനോട് അധികം ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെടുന്നത് തന്നെ കോമഡിയിൽ അവസാനിക്കുന്നതുണ്ട്. ചുമ്മാ തമാശയ്ക്കൊക്കെ ആര്യനിടയിൽ ചെറുതായിട്ടൊക്കെ ചൊറിയാനൊക്കെ അനുമോൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആര്യൻ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണമെന്ന് അനു ആര്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആര്യനെ ഒരു കവറൊക്കെ വെച്ച് ഒരു കിരീടമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെ അതും ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈവിൽ കണ്ട് ഇനി എപ്പിസോഡിനകത്ത് കാണിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ക്യാപ്റ്റൻ എങ്ങനെ നടക്കണമെന്നൊക്കെ അനുമോൾ കാണിച്ചു കൊടുക്കുന്നു. ആ രീതിയിലൊക്കെ പിന്നെ ആരെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആദില ചോദിക്കുന്നുണ്ട് അനുമോളോട് ലവ് ട്രാക്കിനുള്ള പ്ലാനാണോ എന്ന്. അപ്പം അനുമോൾ പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ലവ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ ആരും ഇപ്പം ബിഗ് ബോസിനകത്തില്ല, അങ്ങനെ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ തന്നെ ശ്രീനിഷിനെയും പിള്ളയും കണക്ക് കല്യാണം കഴിക്കാനാണ് താല്പര്യം, തമാശയ്ക്കൊന്നിനുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളെ സ്നേഹിച്ചാൽ കിട്ടുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഇപ്പം ചെറുതായിട്ടൊരു ഗോസിപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് പുള്ളിക്കാരത്ത് പറയുന്നുണ്ട്, ഇനി പുറത്തുള്ള ആണെങ്കിലും അകത്തുള്ളവരാണെങ്കിലും തങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞാൽ തങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിനകത്ത് കുറച്ച് ലവും കൂടെ ഒക്കെ നിൽക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ആഴ്ചയായി. ഇപ്പോൾ ഒരു ലവിന് സാധ്യതയുള്ള ഒരു സാഹചര്യം അതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വൈൽഡ് കാർഡായിട്ട് പുതിയ ആൾക്കാർ ആരെങ്കിലും വരികയാണെങ്കിൽ പുതിയ ലൈനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പിന്നെ അതിപ്പോൾ ഓൾറെഡി എല്ലാവരും എൻഗേജ്ഡ് ആണ് ബിഗ് ബോസിനകത്ത്. ഇപ്പോൾ ലവ് ചെയ്യാൻ പറ്റിയ ആൾക്കാരൊന്നും അതിനകത്തില്ല എന്നാണ് പൊതുവെ പറയുന്നത്. നോക്കാം എങ്ങനെ പോകുന്നുണ്ടെന്ന്. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് നാൾ ആര്യനെ പിടിച്ച് നിൽക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ആര്യനെ പൊതുവേ ബിഗ് ബോസിൽ വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കാനായിട്ട് ആര്യൻ ശ്രമിക്കുന്നില്ല. ആര്യൻ മറ്റുള്ളവരുടെ പിന്നാലെ നടന്ന് കൂടുതലൊന്നും ആക്റ്റീവ് ആകാൻ നടക്കുന്നില്ല. അത് ആര്യനിൽ നിന്നും പ്രത്യേകിച്ച് കണ്ടൊന്നും ബിഗ് ബോസ് കിട്ടുന്നില്ല ഇതുവരെ. അപ്പോൾ അനുമോളുമായിട്ട് ചേർന്ന് ചിലപ്പോൾ ഒരു ലവ് കോംബോ കൊണ്ടുവരികയാണെങ്കിൽ ആര്യന് കുറച്ച് നാളോട് നിൽക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ കുറേ പ്രതീക്ഷിക്കുന്നുണ്ട് ആര്യനിൽ നിന്നും. ഒരു വിന്നർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്, ടോപ്പ് 5 ആവാനുള്ള സാധ്യത ഉണ്ട് എന്നതിലേക്ക് ആര്യൻ പലരും വിശ്വസിക്കും. നമുക്കിപ്പോൾ കാരണം പുള്ളിക്കാരനെ കാണുമ്പം കുറച്ച് കൂളാണ്, ചാമാണ്, പുള്ളിക്കാരനെ വരണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലവ് ഇതുമായിട്ട് നിൽക്കുകയാണ്, ഒരുപക്ഷെ കയറി വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.